നമസ്കാരം. ജനമനസ് 2019 എന്ന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് എന്ന് വായിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഇത്. എന്നോടൊപ്പം ഈ പരിപാടിയിൽ സഹ അവതാരകനായി ഡോക്ടർ എം.എ. ലാൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ വിദഗ്ധനായി ഡോക്ടർ ജെ പ്രഭാഷും എത്തിയിരിക്കുന്നു. 2019 ജനമനസ് എന്താണ് എന്നതിലേക്ക് എത്താൻ 2014 ജനവിധി എന്തായിരുന്നു എന്നതിന്റെ പരിശോധന ആവശ്യമാണ്. അതിന് മുൻപുള്ള ഇന്ത്യയുടെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും ഇവിടുത്തെ വിവിധ മണ്ഡലങ്ങളുടെയും പരിശോധന ആവശ്യമാണ്. അതിന്റെ ഒരു കർട്ടൻ റേസറാണ് ഈ ജനമനസ് 2019. നേരത്തെ NPC സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ 2019 ഈ യാത്രയിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ പഴയതുപോലെ ജയിച്ചു വരും, പുതുതായി ആരൊക്കെ പുതിയ ചരിത്രം സൃഷ്ടിക്കും, ഇതൊക്കെ അറിയാനുള്ള ഒരു പ്രവചനത്തിന്റെ സ്വഭാവമുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് നമുക്ക് പോകേണ്ടത്. NPC, നമുക്കിപ്പോൾ ഡോക്ടർ പ്രഭാഷ് ഉണ്ട്. പല കാലങ്ങളിൽ നമുക്ക് ഇന്ത്യയെയും കേരളത്തെയും ഒക്കെ വിലയിരുത്തുമ്പോൾ ഡോക്ടർ പ്രഭാഷിന്റെ പല ചിന്തകളും ഒരു പ്രവചനത്തിന്റെ സ്വഭാവം പോലെ മുമ്പ് വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തുടക്കത്തിൽ അങ്ങ് പറയുകയാണെങ്കിൽ 2019 കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എന്ത് പറയും? എനിക്ക് തോന്നുന്നു ഈ മുമ്പ് എങ്ങും ഇല്ലാത്ത വിധം ഇന്ത്യ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന ആശയം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ദി ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഗതി. അപ്പം ഇന്ത്യയുടെ ഒരു പ്ലൂറൽ പാരമ്പര്യം, പിന്നെ നാനാത്വം, വൈവിധ്യം. അപ്പോൾ ആ വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭാരതത്തെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടനയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്ലൂറൽ ഇന്ത്യ ഉണ്ടല്ലോ. ആ ഇന്ത്യ എന്ന ആശയം ഇന്ന് വെല്ലുവിളിയെ നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ, അല്ലെങ്കിൽ ഈ 2019 തെരഞ്ഞെടുപ്പിന് മുമ്പെങ്ങും ഇല്ലാത്ത വിധം, ഇപ്പോൾ 1977 ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം ഉള്ള ഒരു ഭീഷണി നേരിടുന്ന ഒരവസ്ഥയാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ ഇന്ത്യൻ ജനാധിപത്യം നേരിട്ടത് ഒരു ഫാസിസത്തിൻ്റെ ഒരു ചെറിയൊരു രൂപം മാത്രമാണ്. അതിനൊരു വർഗീയതയുടെ ചുവ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഒരു അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് മാറുമ്പോൾ പല തരത്തിൽ ഈ ഇന്ത്യ എന്ന ആശയത്തെ വെല്ലുവിളിക്കപ്പെടുകയാണ്. നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആശയം, ആ ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെയും നേരിടുന്ന വെല്ലുവിളി നേരിടുന്നു. ഇതൊരു അധികാര കേന്ദ്രീകരണത്തിന് മാത്രം പ്രശ്നമല്ല. അധികാര കേന്ദ്രീകരണം മുമ്പെങ്ങും ഇല്ലാത്ത വിധമുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ പോലും ഇതൊരു വർഗീയതയുടെ പ്രശ്നമുണ്ട്, ഉയർന്നു വരുന്ന ഒരു വർഗീയതയുടെ പ്രശ്നമുണ്ട്. വർഗീയതയും ഫാസിസവുമായി ചേർന്ന് ഉണ്ടാകുന്ന ഒരു പുതിയ ഒരു സംഭവത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിന്റെ പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇന്ത്യ 2014 എങ്ങനെയായിരുന്നു എന്നൊരു ചിത്രം നമുക്ക് നോക്കേണ്ടതുണ്ട്. ആകെ സീറ്റുകൾ അന്ന് 545 ആണ്. അന്ന് 545 എന്നുള്ളത് പ്രസക്തമാണ്. ഇപ്പോൾ 552 ആണ് ഇപ്പോഴത്തെ സീറ്റുകൾ. NDA 336 സീറ്റുകളിൽ അന്ന് വിജയിച്ചു. BJPക്ക് അധികാരം നേടിക്കൊടുത്തു. UPA 60 സീറ്റുകളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA. മറ്റുള്ളവർക്കെല്ലാം കൂടി 147. ഇടതുപക്ഷം CPM ഉം CPI-യും കൂടി 10 സീറ്റുകൾ അന്ന് നേടിയിരുന്നു. ഇതാണ് ചിത്രം. ഈ ചിത്രത്തിന് എന്ത് മാറ്റം വരും 2019 എന്നൊരു നോട്ടമാണ് ഒരുപക്ഷെ പ്രസക്തമാകുക. അതിലേക്ക് പോകുമ്പോൾ ഈ ചിത്രത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന BJPക്ക് 268 സീറ്റുകൾ, കോൺഗ്രസിന് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ സ്വപ്നം കാണാൻ സാധിച്ചിരുന്നത് കോൺഗ്രസിന് മാത്രമായിരുന്നിടത്താണ് BJP 2014 268 സീറ്റുകൾ നേടുന്ന കാഴ്ച ഉണ്ടായത്. കോൺഗ്രസ് 45 ചുരുങ്ങി, CPM 9, CPI 1. ഈ ചിത്രത്തിന് എന്ത് മാറ്റം വരും 2019 വരുമ്പോൾ? അതിന് തക്കവണ്ണമുള്ള, ഇതിന് കാതലായ മാറ്റം ഉണ്ടാകത്തക്കവണ്ണമുള്ള, ഡോക്ടർ പ്രഭാഷ് നേരത്തെ ചൂണ്ടിക്കാട്ടി അടിയന്തരാവസ്ഥ കാലത്തെ ഇതിന് അപ്പുറമുള്ള ഒരു സംഗതിയിലേക്ക് പോകുന്ന ഭാരതം, അവിടെ ഇതിന് വലിയ അട്ടിമറി ഉണ്ടാക്കുന്ന ചിത്രത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഈ 5 അസംബ്ലി സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളെ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൂടെ ബിൽറ്റപ്പ് ചെയ്ത ഒരു ഇമേജ് ഉണ്ടായിരുന്നു. NDA-യെക്കുറിച്ചും മോഡിയെക്കുറിച്ചുമുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു.
മോഡിക്ക് ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ ഇല്ല എന്ന് പറയുന്ന, NDAക്ക് ഓപ്പോസിഷൻ ഇല്ലെന്ന് പറയുന്ന ഒരു കേക്ക് വാക്കായിരിക്കും 2019 തിരഞ്ഞെടുപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് 2018 വരെ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം തന്നെയും, ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങൾ കൊണ്ടാടിയ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അതാണ്. 2018 അതൊരു നിർമ്മിതിയായിരുന്നു ഡോക്ടർ പ്രഭാകർ? തീർച്ചയായിട്ടും അതൊരു നിർമ്മിതിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കർഷക സമരങ്ങൾ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ, മറ്റു രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഇപ്പം ഈ നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ചെറുകിട വ്യവസായ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ തന്നെ തമസ്കരിച്ചുകൊണ്ട്, അതെല്ലാം തന്നെയും വിസ്മരിച്ചുകൊണ്ട് ഇതൊരു വലിയ ഒരു NDA എന്ന് പറയുന്നത് അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മാജിക് ബാൻഡ് കൈവശം വെച്ചേക്കുന്ന ഒരു മജീഷ്യനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് മോർ ദാൻ ലൈഫ് സൈസ് ഇമേജ് കൊടുത്തുകൊണ്ട് വന്ന ഒരു ദേശീയ മാധ്യമങ്ങൾ, അതിനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ 2018 ആകുമ്പോഴത്തേക്കും ദ്വാരമിട്ടേക്കുന്നത്, ഒരു സുഷിരം ഇട്ടേക്കുകയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പ്, 5 അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. 5 അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ട് മുമ്പ് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. കർണാടകത്തിലും ഈ പറഞ്ഞതുപോലെ ഒരു മോഡി മാജിക് സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. 5 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മോഡി മാജിക് സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഇവിടെയെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ജനങ്ങൾ പണ്ട് ടോൾസ്റ്റോയ് പറഞ്ഞതാണ്, ഗോഡ് സീസ് ബട്ട് വെയിറ്റ്സ് എന്ന് പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, പക്ഷേ അവർ കാത്തിരുന്നിട്ടാണ്, അവർ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഡോക്ടർ പ്രഭാഷ് 2004 സംഭവിച്ചത് ഇതിന് സമാനമായ രീതി. അന്ന് പ്രതിപക്ഷത്ത് ആരാണ് നേതാവ് എന്നുള്ളതിനെ കുറിച്ചൊരു അവ്യക്തതയുണ്ടായിരുന്നു. വീണ്ടും വാജ്പേയി, വീണ്ടും BJP, ഇന്ത്യ ഷൈനിങ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ അപ്പുറത്ത് ജനം കരുതി വെച്ചിരുന്നു. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ തീർച്ചയായും അന്ന് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ വന്നത്. ഈ ജനങ്ങൾ ഒരിക്കലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ജനങ്ങൾക്ക് ഒരു നേതാവിനെ നോക്കിയല്ല എപ്പോഴും വോട്ട് ചെയ്യുന്നത്. 2018 ജനങ്ങൾ ചില സൂചനകൾ നൽകിയിരിക്കുന്നു. അതനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിൽക്കുമ്പോൾ നമുക്ക് വായിക്കാവുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. അതെ. പക്ഷേ ഇതിനിടയിൽ ജനങ്ങളുടെ സ്വാഭാവികമായ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ എപ്പോഴും രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്നുണ്ടായിരിക്കും. പലതരത്തിൽ ജനമനസ്സിനെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ, അത്തരത്തിലുള്ള ഘടകങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് ഒക്കെ ഉണ്ടായ അതിർത്തിയിലെ സംഭവവികാസങ്ങളൊക്കെ പോലെയുള്ള കാര്യങ്ങൾ ഇവരെ വൈകാരികമായി സ്വാധീനിക്കുകയും ഈ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായ രൂപീകരണ പ്രക്രിയയെ അട്ടിമറിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമോ? അതിനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്? ഞാൻ അതിനകത്ത് കാണുന്നത്, ഇപ്പോൾ ഇവിടെ യുദ്ധം സംഭവിച്ചു, തീവ്രവാദ പ്രവർത്തനം സംഭവിച്ചു, അതിന്റെ ഫലമായിട്ട് 40 ജവാന്മാർക്ക്, CRPF ജവാന്മാർക്ക് മരണം സംഭവിക്കുന്നു. ഇതൊക്കെ തന്നെ വൈകാരികമായി പ്രയോഗിക്കുവാൻ NDA ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലെങ്കിൽ BJP ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വൈകാരിക തലങ്ങൾക്ക് അപ്പുറം ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യയിലെ ജനങ്ങൾ വൈകാരിക തലത്തിൽ മാത്രം വോട്ട് ചെയ്യുന്നവരാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യത്തെ മോശമായി കാണുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ ക്രെഡിബിലിറ്റി നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ലെന്ന് പറഞ്ഞ ജനങ്ങൾ. മാത്രമല്ല ഇന്ത്യൻ ജനത നിർണായക സന്ദർഭങ്ങളിലൊക്കെ രാഷ്ട്രീയമായ ഒരു വിവേകം പ്രദർശിപ്പിച്ച ജനങ്ങളാണ്. ഈ 77 ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഗരീബി ഹടാവോ അല്ലെങ്കിൽ 20 പോയിന്റ് പ്രോഗ്രാം എന്ന് അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസ് കൊണ്ടുവരികയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ ജനങ്ങൾ ഈ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രചരണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു യുദ്ധം, അല്ലെങ്കിൽ ഇതിനെ യുദ്ധമാണെന്ന് പറയാമെന്ന് എനിക്ക് അറിയില്ല. അവർ തീവ്രവാദത്തിനെതിരെ ഇന്ത്യ എടുത്ത ഒരു ചെറിയ നടപടി, അത് ആരുടെ വിജയമാണ്? ഇന്ത്യയുടെ വിജയമാണ്, ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിജയമാണ്. ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1947 മുതൽ 2019 വരെ ഇന്ത്യയിലെ മാറി മാറി വന്ന സർക്കാരുകൾ ബിൽറ്റപ്പ് ചെയ്ത ഒരു ഫോഴ്സാണത്. അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള BJP സർക്കാരിൻ്റെ ഒരു സൃഷ്ടിയൊന്നുമല്ല. ഇന്ത്യയുടെ മൊത്തം ഭരണകൂടത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ സൃഷ്ടിയാണ് ഈ ആർമി എന്ന് പറയുന്നത്. അപ്പോൾ ആർമിയുടെ വിജയം ഇന്ത്യയുടെ വിജയമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ വിജയമായിട്ട് അതിനെ ചിത്രീകരിക്കാനും പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള ചിത്രീകരണത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വോട്ട് ചെയ്യുമെന്ന് കരുതുന്നത് അങ്ങേയറ്റം വിഡിത്തമായിരിക്കും. വളരെ പെട്ടെന്ന് കേരളത്തിലേക്ക് കൂടി പോയി ഈ ആമുഖ അധ്യായം അവസാനിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും കേരളത്തിൽ 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് UDF-ന് 12 സീറ്റുകൾ ആണ് ഉണ്ടായിരുന്നത്. അത് ഇങ്ങനെയാണ് അതിൻ്റെ വിഭജനം: കോൺഗ്രസ് 8, മുസ്ലിം ലീഗ് 2, കേരള കോൺഗ്രസ് M 1, RSP 1, ഇങ്ങനെ 12 സീറ്റുകൾ UDF-ന് കിട്ടി. അപ്പോൾ അതേസമയം LDF-ന്റെ സീറ്റുകളും നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ LDF-ന് CPM 5,
മൊത്തത്തിൽ LDF-ന് 8 സീറ്റുകളാണ്. അതിൽ CPIM-ന് 5 സീറ്റുകൾ, CPI-ക്ക് 1 സീറ്റ്, CPIM സ്വതന്ത്രർ 2 പേർ വിജയിച്ചു. അങ്ങനെ 8 സീറ്റുകൾ LDF, UDF 12-8 എന്ന രീതിയിലായിരുന്നു 2014 കണ്ട കാഴ്ച. ഒരുപക്ഷെ 19 ഇത് എങ്ങനെയാണ് മാറുക എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കി പോകേണ്ടതുണ്ട്. ഡോക്ടർ ലാൽ, 99 മുതലുള്ള ഒരു ചരിത്രമാണ് ഡോക്ടർ പ്രഭാഷ് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ 99 ഒരുപക്ഷെ കൃത്യമായി ഒരു BJP സർക്കാരിന് 5 കൊല്ലത്തേക്കുള്ള മാൻഡേറ്റ് കിട്ടുന്ന രീതിയിൽ അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പ് 99. അന്ന് മുതലുള്ള കാഴ്ച നോക്കിയാൽ കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്. 99 UDF-നാണ് മുൻതൂക്കം, 12 സീറ്റുകൾ UDF-ന്, LDF-ന് 8 സീറ്റുകൾ. 2004 ഒരുപക്ഷെ ചരിത്രപരമായ ഒരു റിസൾട്ടാണ് അത്. 2009 LDF-ന് 4 സീറ്റും UDF-ന് 16 സീറ്റുകളും ആണ്. 2014 നേരത്തെ നമ്മൾ കണ്ടതുപോലെ 12-8, അതായത് 99 ആവർത്തിക്കുകയായിരുന്നു 2014 കണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ 2019 വരുന്നത്. 2014 തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വന്ന രാഷ്ട്രീയ മാറ്റം വിലയിരുത്തുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ തരത്തിൽ വായിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിഭജനം എങ്ങനെയാണെന്ന് അത് കൃത്യമായിട്ട് ഞാനൊന്ന് ചൂണ്ടിക്കാട്ടിയാൽ ഡോക്ടർ പ്രഭാഷ്, ഒരുപക്ഷെ ഈ കാണുന്ന ചിത്രം 2014 നിന്ന് 2019 നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിൽ ഇടയ്ക്ക് വന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF സർക്കാർ മാറി LDF സർക്കാർ വന്നു. അന്ന് ലോക്സഭകളെ നമ്മൾ നോക്കിയാൽ 14 സീറ്റ്, അതെ, 14 സീറ്റ് LDF-ന്, UDF-ന് 6 സീറ്റ്. ഇത് 2014 8-12, LDF-ന് 8-ഉം 12 UDF-നും എന്നുള്ളതാണ് LDF 14-ലേക്കും UDF 6-ലേക്കും പോയിരിക്കുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, ചാലക്കുടി, ഇതാണ് LDF-ന്. UDF-ന് കോട്ടയം, ഇടുക്കി, എറണാകുളം, പൊന്നാനി, മലപ്പുറം, വയനാട്. അപ്പോൾ ഈ തരത്തിൽ വന്നൊരു മാറ്റം വളരെ പ്രകടമായ 2 വർഷത്തിനിടയ്ക്ക് തന്നെ LDF-ന് 14-ലേക്ക്, 8-ൽ നിന്ന് 14-ലേക്കും UDF 12-ൽ നിന്ന് പകുതിയിലേക്കും വന്ന ഈ കാഴ്ച 2019 പോകുമ്പോൾ ഡോക്ടർ പ്രഭാഷ്, ഇത് കേരളത്തിന്റെ ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയ ചിത്രം ആണ് എങ്കിൽ പോലും അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലങ്ങളിലെ ഫലമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ UDF-നെതിരായി ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം അലയടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. LDF-ന് അനുകൂലമായി ഒരു തരംഗം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ ഘട്ടത്തിലുണ്ടായ ഒരു വിധി ഇത് സ്ഥായിയാണ്. ഇത് ആ മണ്ഡലങ്ങളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ തരംതിരിവ് ഇങ്ങനെയാണ് എന്ന തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും? തീർച്ചയായിട്ടും പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 2016 ഇലക്ഷൻ സംഭവിക്കുന്നത് ഇവിടെ NPC ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അസംബ്ലി തിരഞ്ഞെടുപ്പിനെ നമുക്ക് അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് പിന്നെ കണക്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു സമീപനമല്ല. അപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് 2011 നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിന് ശേഷം നോക്കുകയാണെങ്കിൽ പൊതുവേ UDF-ന് ഡിക്ലൈൻ സംഭവിക്കുകയും LDF-ന് ഒരു മേൽക്കൈ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണേണ്ടത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അത് സംസ്ഥാനത്തിന്റെ മുഴുവൻ സൈന്യവും രാഷ്ട്രീയ സൈന്യവും അരുവിക്കരയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ മുഴുവൻ റിസൾട്ടായിട്ട് അന്ന് കണ്ടു. അങ്ങനെ കണ്ട റിസൾട്ടിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ G. കാർത്തികേയൻ അന്തരിച്ചതിന് ശേഷം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ളത് കൂടി പ്രസക്തമാണ്. എന്നാൽ കൂടി അത് UDF-ന്റെ വൻ വിജയം എന്ന് ആഘോഷിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷമാണ് മാസങ്ങൾക്ക് ശേഷം 2016 ഇതൊരു കൗതുകം എന്നുള്ള എനിക്ക് ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പൊ ഡോക്ടർ പ്രഭാഷ് പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം കേരളം പ്രത്യേകമായി തന്നെയാണ് അതിന്റെ ജനവിധി നടത്താറുള്ളത് എന്നുള്ളത് ശാസ്ത്രം കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു വിഭാഗം. ജനങ്ങൾ അവരുടെ മനസ്സിൽ ഓരോരോ പല അറകളിലുണ്ട്. ആ പല അറകളിലും പല കാര്യങ്ങൾ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഒരു അറ തുറക്കുന്നു, അവരത് വോട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ല, വളരെ സ്വീപ്പിംഗ് ആണ്. വിന്നർ ടേക്സ് ഓൾ എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കല്ല, അവർക്ക് ഓരോരുത്തർക്കും ഓരോ പിന്നെ തലത്തിനും അവർ ഓരോരോ റീഡിംഗ് ആണുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീഡിംഗ് വെച്ചുകൊണ്ട് നമുക്ക് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ 2019 വിലയിരുത്താൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല 2019 ഒരു പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്കും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ വിലയിരുത്തലാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ അതാണ്. കാര്യം അല്ലെങ്കിൽ പിന്നെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി എപ്പോഴാണ് വിലയിരുത്തുന്നത്? എല്ലാ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഒരു വിലയിരുത്തലെങ്കിൽ കേന്ദ്രത്തിനെ എപ്പോഴാണ് വിലയിരുത്തുന്നത്? അതെ, വേങ്ങര എന്നുള്ളത് PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് പോയ അതാണ്. MP ആവാൻ വേണ്ടി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോയ നിയമസഭാ മണ്ഡലം എന്നുള്ള നിലയ്ക്കാണ് വേങ്ങര വരുന്നത്. അവിടെ 23,310 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KNA ഖാദർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിക്കുന്നു. അതിലൊരു അത്ഭുതം അവിടെ നമുക്ക് കാണേണ്ടതുണ്ടോ എനിക്കറിയില്ല. അവിടെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് CPM-ന് അവിടെ വോട്ട് കൂടി എന്നുള്ളതാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ കൂടുതലായിട്ട് വോട്ട് ഇവിടെ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വന്നു. അത് നമ്മൾ കാണേണ്ട ഒരു ഘടകമാണ്. ഇപ്പം ഈ വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, ചെങ്ങന്നൂരിൽ, ഇതിലെല്ലാം ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം അത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചായത്തുകളിൽ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, അല്ലാതെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, ഒന്നുകിൽ ഇടതുപക്ഷം ഭൂരിപക്ഷം സീറ്റ് നേടുന്നു. ഇപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ മാർജിൻ ഓഫ് വിക്ടറി കൂട്ടുന്നു, അതുമല്ലെങ്കിൽ മറ്റവരുടെ മാർജിൻ കുറയ്ക്കുന്നു. ഇപ്പോൾ വേങ്ങരയിൽ സംഭവിച്ചത് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു വലിയ മാർജിനുണ്ട്, ഹ്യൂജ് മാർജിനുണ്ടായിരുന്നു. ആ ഹ്യൂജ് മാർജിനെ ഇടിച്ചു താഴ്ത്തുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് ആ ഇടതുപക്ഷത്തിനോടുള്ള ജനങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളോടുള്ള ഒരു പോസിറ്റീവ് മാർക്കിടൽ ജനങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിനൊക്കെ അപ്പുറം ഈ ജനങ്ങളുടെ ഈ ഇടതുപക്ഷം ചെയ്ത ചില കാര്യങ്ങളോടുള്ള ജനങ്ങളുടെ അനുകൂലമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മുസ്ലിം ലീഗിന് ഭയങ്കര സ്വാധീനമുള്ള, ഞാൻ പറയും മാരകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടി വെക്കേറ്റ് ചെയ്ത ഒരു സീറ്റിൽ, അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂട്ടാൻ പറ്റുന്നു എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഒട്ടാകെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ നടന്ന ഇപ്പോഴത്തെ റിസൾട്ടുകളൊക്കെ കാണിക്കുന്ന ഇടതുപക്ഷത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ള ഒരു സമീപനം അവിടെ വരുന്നുണ്ടാകും. ഈവൻ പത്തനംതിട്ടയിൽ പോലും നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലത്തിലൊക്കെ ഇടതുപക്ഷം നേരത്തെ വിജയിക്കാത്ത ഇടതുപക്ഷം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യം പറയുകയാണ്, അത് വിജയിക്കുന്നു. കാര്യം വളരെ ക്രൂഷ്യലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളാണ്. മലപ്പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. മുസ്ലിം ലീഗ് 5,15,330 വോട്ടുകൾ നേടി. കുഞ്ഞാലിക്കുട്ടി MP ഫൈസൽ CPIM സ്ഥാനാർത്ഥി 3,44,307 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് 65,675, 1,71,203 എന്ന് പറയുന്നത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമ്പോൾ മുമ്പ് 2 ലക്ഷത്തിനപ്പുറമൊക്കെ എല്ലാ വോട്ടുകൾ ഇങ്ങനെ ഒഴുകുന്ന സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗിന് അവിടെ മലപ്പുറത്ത് അല്ലെങ്കിൽ പൊന്നാനിയിൽ, മഞ്ചേരിയിലും പൊന്നാനിയിലും ഒക്കെ ഉണ്ടായിരുന്നത്. മലപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് ഈ ഒരു ഭൂരിപക്ഷം മുസ്ലിം ലീഗിന് കിട്ടിയതിനെ നമ്മൾ വേറെ രീതിയിൽ കൂടെ നോക്കണം. കാര്യം അതേ ഒരു മരണത്തിന് ശേഷം സംഭവിക്കുന്ന സിറ്റിംഗ് അഹമ്മദിന്റെ മരണത്തിന്, അപ്പൊ അതിന്റെ ഒരു സഹതാപത്തിന്റെ ഒരു എലിമെന്റ് ഉണ്ട്. പക്ഷെ ആ എലിമെന്റ് അവിടെ ഉണ്ടോന്നാണ് എന്റെ സംശയം. അത് ഇത്രയും കൂടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്രയും വോട്ട് കിട്ടുന്നത്. പക്ഷെ അവിടെ ഡോക്ടർ പ്രഭാഷ് ഒരുപക്ഷെ വളരെ വീണ്ടും ഒരു കൗതുകകരമായ ഒരു ചിത്രം കൂടി ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ചെങ്ങന്നൂരാണ്. സജി ചെറിയാൻ CPM 67,303 വോട്ട്, D വിജയകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥി 46,347 വോട്ട്, PS ശ്രീധരൻപിള്ള BJP 35,270 വോട്ട്. ഇവിടെ LDF-ന് ഭൂരിപക്ഷം 20,956. ചെങ്ങന്നൂർ പോലെ ഒരു മണ്ഡലത്തിൽ ഇത്ര ഭൂരിപക്ഷം, നേരത്തെ അരുവിക്കരയെ കുറിച്ച് പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ മുഴുവൻ, എനിക്ക് തോന്നുന്നു അരുവിക്കരയെ കുറിച്ച് പറയുന്നതിനപ്പുറം ഭൂരിപക്ഷം പോയിരിക്കുകയാണ്. അരുവിക്കര 10,000 വോട്ടിന്റെ. പക്ഷേ ലാൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, മൊത്തം സൈന്യം, രാഷ്ട്രീയ സൈന്യം മൊത്തം സംസ്ഥാനത്ത് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു മണ്ഡലമാണ്. കേരളത്തെ നമ്മൾ സ്പെസിഫിക് ആയി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ഒരു ഒറ്റ പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ പറഞ്ഞു, കേരളത്തിലുള്ളവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും മറ്റ് തെരഞ്ഞെടുപ്പുകളെയും പ്രത്യേകം കാണുന്ന ആളുകളാണ്. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായുള്ള ഇടപെടലിൽ നടത്തുന്ന ആ ഇടപെടലിന്റെ ഒരു സ്വഭാവം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് പ്രതിഫലിക്കില്ലേ കേരളത്തിൽ? തീർച്ചയായിട്ടും പ്രതിഫലിക്കും. കാര്യം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വലിയ തോതിൽ വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കാര്യം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭയിലെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭരണകൂടത്തെ എവിടെയെങ്കിലും വിലയിരുത്തണമല്ലോ, ഏതെങ്കിലും സമയത്ത് വിലയിരുത്തണമല്ലോ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെ 5 വർഷത്തെ ട്രാക്ക് റെക്കോർഡ്, അതിനോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ പ്രധാനമായിട്ടുള്ള ഊന്നൽ ലോക്സഭയിൽ
തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെ. അതെ, പക്ഷെ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ, അതായത് കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച ഡോക്ടർ പ്രഭാഷ്, അതായത് കേന്ദ്രത്തിലേക്ക് BJPക്ക് ബദലായി ഒരു സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇല്ലേ, അങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ള പ്രചരണം നടക്കാറുണ്ട്. അതേസമയം ഇതുവരെ 2016 ശേഷം BJP സർക്കാരുമായി അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വൈകാരിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത്, കേരളം പ്രത്യേകിച്ച് അനുഭവിച്ച വിഷയങ്ങളുള്ളിടത്തൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തിയത് ആര് എന്നതുകൂടി പരിശോധിക്കുന്ന ഒരു ഉണ്ടാവില്ല. അത് വെറും വൈകാരികം നോക്കി കോൺഗ്രസിന് എന്ന് പറഞ്ഞ് കണ്ണടച്ചു കൊട്ടിയുക, അങ്ങനെ സാധിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകും. എന്തായിരിക്കും അതിനകത്തൊരു വിലയിരുത്തൽ വേണ്ടി വരിക? അല്ല, എനിക്ക് തോന്നുന്നത് BJPക്ക് പകരം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് അംഗീകരിച്ചാൽ തന്നെയും ഈ കോൺഗ്രസിനെ നിയന്ത്രിക്കേണ്ടത് ആര് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ഈ BJPക്ക് കഴിയാത്തത് ഞങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. BJPക്ക് കഴിയാത്തതായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് രാമജന്മഭൂമി പ്രശ്നമാണ്. രാമക്ഷേത്രം പണിയുവാൻ BJPക്ക് കഴിയത്തില്ല, പക്ഷേ അതിനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ അതിനുള്ള DNA കോൺഗ്രസിനെ ഉള്ളൂ എന്ന് പറയുന്ന അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് പറയുന്നത്. അതിനെ ആരും തന്നെയും തള്ളി പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആൾക്കാർ പിന്നെ റാവത്ത് പറഞ്ഞതിനെ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവരെക്കാൾ നല്ലതുപോലെ ഞങ്ങൾക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് താലോലിക്കുന്നതിൽ ഞാൻ മുമ്പേ എന്നുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് BJPയും കോൺഗ്രസും തമ്മിൽ. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു കോണ്ടെക്സ്റ്റിൽ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിൻ്റെ അതിക്രമങ്ങളെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒരു ആൻറ്റിഡോട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന അതിനെ ബാലൻസ് ചെയ്യുന്ന ശക്തി ഏത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനെ ബാലൻസ് ചെയ്യുവാൻ ഇടതുപക്ഷമാണ് വരേണ്ടത്. മാത്രമല്ല, ഇവിടെ തെരുവ് യുദ്ധം നടന്നല്ലോ. ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന ഒരു തെരുവ് യുദ്ധമാണ്, അല്ലാതെ ക്രമസമാധാന പ്രശ്നമല്ല, തെരുവ് യുദ്ധമാണ് നടന്നത്. ആ തെരുവ് യുദ്ധത്തിൽ ഇവിടുത്തെ സർക്കാർ പിന്നെ അന്നെടുത്ത നിലപാടെന്താണ്? അന്ന് സർക്കാർ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ വോട്ടല്ല ഞങ്ങൾക്ക് പ്രശ്നം, നിലപാടുകളാണ് പ്രശ്നം. ഇവിടെ സ്ത്രീ പുരുഷ സമത്വവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നങ്ങൾ, ഭരണഘടനയെ സംരക്ഷിക്കേണ്ട പ്രശ്നങ്ങൾ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വൈരജീവിതം ഉറപ്പാക്കേണ്ട പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നം പാലിക്കേണ്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം എടുത്തുകൊണ്ട് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുകയും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് തന്നെ പിന്നെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലെ പാർട്ടികളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ആ പ്രശ്നത്തെ നേരിടുകയും ഇവിടെ ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു മെറ്റിൽ തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നല്ലോ കോൺഗ്രസിനും. ഒരുപക്ഷെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാം. ഇടതുപക്ഷം എടുത്തിരുന്ന നിലപാട് കോൺഗ്രസിൻ്റെ പല ദേശീയ നേതൃത്വത്തിൽ പലരും ആ നിലപാടിനോട് അനുകൂലിക്കാനുണ്ടായത്. രാഹുൽ ഗാന്ധി പോലും ആദ്യം അങ്ങനെയാണല്ലോ പറഞ്ഞത്, എന്നിട്ട് പിന്നെ ഇത് പുറകോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഇടതുപക്ഷം എടുത്ത തീരുമാനത്തോട് കോൺഗ്രസ് യോജിച്ചിരുന്നെങ്കിൽ ഈ തെരുവ് യുദ്ധം കേരളത്തിൽ നടക്കുമായിരുന്നു? ഇല്ല, ഈ തെരുവ് യുദ്ധം കേരളത്തിൽ നടക്കത്തില്ലായിരുന്നു. പ്രശ്ന സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് 2019 പൊതുതെരഞ്ഞെടുപ്പ് കേരളീയർ അഭിമുഖീകരിക്കുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാവൂ. ജനങ്ങളുടെ മനസ്സ് പ്രവചിക്കുകയല്ല ഈ പരിപാടിയുടെ ലക്ഷ്യം. ജനമനസ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നേരത്തെ നിർണയിക്കാൻ കഴിയുന്ന ചില നിഗമനങ്ങൾ മുന്നോട്ട് വെക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഡോക്ടർ ജെ പ്രഭാഷിന് ഇപ്പോൾ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഡോക്ടർ ലാലിനും. പരിപാടി അടുത്ത ലക്കത്തിൽ തുടരും. നമസ്കാരം.